ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികൾക്കൊപ്പം ബി.ജെ.പിയും ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് പത്തനംതിട്ട. ആറന്മുള എം.എൽ.എ. വീണ ജോർജിനെയാണ് മണ്ഡലം തിരിച്ചുപിടിക്കാനായി CPM രംഗത്തിറക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്നും മത്സരിക്കുന്ന CPIM സ്ഥാനാർത്ഥി വീണ ജോർജിനെ പരിഹസിച്ച PC ജോർജ് രംഗത്ത് വന്നിരിക്കുന്നത്. വീണാത്ത ജോർജ് പത്തനംതിട്ടയിലുള്ളപ്പോൾ എന്തിനാണ് വീണ ജോർജ് എന്നതായിരുന്നു PC ജോർജിന്റെ പരിഹാസം. പത്തനംതിട്ടയിൽ വീണ ജോർജിന്റെ എതിർ സ്ഥാനാർത്ഥിയായി കേരള ജനപക്ഷ പാർട്ടി സ്ഥാപകനും നേതാവുമായ PC ജോർജ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന കാര്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെ എതിർ സ്ഥാനാർത്ഥികൾക്കെതിരെ വിവാദപരമായ ആരോപണങ്ങൾ ഉന്നയിച്ച കളം പിടിക്കാനാണ് PC ജോർജിന്റെ ശ്രമം. കഴിഞ്ഞ ദിവസമായിരുന്നു വീണ ജോർജിനെതിരെ ആരോപണങ്ങളുമായി PC ജോർജ് രംഗത്ത് വന്നത്. ശബരിമല കയറാൻ വന്ന രഹന ഫാത്തിമയെ വീണ ജോർജ് ഒളിവിൽ താമസിപ്പിച്ചെന്നായിരുന്നു PC ജോർജിന്റെ മറ്റു പ്രധാന ആരോപണം. ശബരിമല എയർപോർട്ട് പദ്ധതിയും റെയിൽവേ പദ്ധതിയും നാടിന് അത്യന്താപേക്ഷിതമാണെന്നും PC ജോർജ് പറഞ്ഞു. ഇത് നടപ്പിലാക്കാനാണ് താൻ മത്സരിക്കാൻ തീരുമാനിച്ചതെന്നും ജോർജ് പറയുന്നു. തനിക്ക് പത്തനംതിട്ടയിൽ മത്സരിക്കാൻ താല്പര്യമുള്ളത് കൊണ്ടാണ് മത്സരിക്കുന്നതെന്നും MP ആകാൻ വേണ്ടിയല്ല മത്സരമെന്നും ജോർജ് വ്യക്തമാക്കി. പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള തന്റെ അന്തിമ തീരുമാനം മാർച്ച് 15-ന് ചേരുന്ന പാർട്ടി യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്നും PC ജോർജ് പറഞ്ഞു. നിലവിലെ പത്തനംതിട്ട MP ആന്റോ ആന്റണി ഇനി മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും ആന്റോയെ കുറിച്ച് ആർക്കും നല്ല അഭിപ്രായമല്ല ഉള്ളതെന്നും PC ജോർജ് വിമർശിച്ചു. ഇതിന് പിന്നാലെയാണ് PC ജോർജിന് മറുപടിയുമായി വീണ ജോർജ് രംഗത്തെത്തിയത്. രഹന ഫാത്തിമയെ താൻ ഒളിവിൽ പാർപ്പിച്ചുവെന്ന PC ജോർജിന്റെ ആരോപണം പ്രതികരണം പോലും അർഹിക്കുന്നതല്ലെന്ന് വീണ ജോർജ് വ്യക്തമാക്കി. നിരപരാധികളുടെ മേൽ ഇത്തരം വ്യാജ ആരോപണങ്ങളും അപവാദ പ്രചാരണങ്ങളും നടത്തിയാൽ അതിന്റെ ശാപം ഒരിക്കലും വിട്ടുമാറില്ലെന്ന് PC ജോർജിന്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതായിരിക്കുമെന്നും വീണ ജോർജ് പറയുന്നു. ജനാധിപത്യ വ്യവസ്ഥയും രീതിയും അനുസരിച്ച് ആർക്കു വേണമെങ്കിലും മത്സരിക്കാമെന്നായിരുന്നു പത്തനംതിട്ടയിലെ PC ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചുള്ള ചോദ്യത്തിനുള്ള വീണയുടെ മറുപടി. ആരെ വിജയിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ഇടതുപക്ഷവും UDF-ഉം തമ്മിലായിരിക്കും ശക്തമായ പോരാട്ടമുണ്ടാകുക. ബാക്കി ആര് മത്സരിച്ചാലും അതത്ര കാര്യമായി എടുക്കുന്നില്ല. ജനങ്ങളുടെ വോട്ട് വികസനത്തിന് വേണ്ടി ആയിരിക്കും. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം വികസനമാണ് ഇവിടുത്തെ വിഷയം. 10 വർഷമായിട്ടും വികസന പ്രവൃത്തികൾ നടക്കാതെ ശബരിമല വിഷയം ഉയർത്തുന്നവരെ ജനം തള്ളിക്കളയണം. ശബരിമല റെയിൽപാതയടക്കം 10 വർഷമായി ഈ മണ്ഡലത്തിൽ ഒരു വികസനവും നടന്നിട്ടില്ല. എവിടെയാണ് റെയിൽപാത തുടങ്ങിയിട്ടുള്ളത്? ആരാണ് ജനങ്ങൾക്ക് വേണ്ടി അവരുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് ജനങ്ങൾ കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ LDF-ന് വോട്ട് ചെയ്യും. വിജയിക്കാൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. പത്തനംതിട്ടയിൽ എന്ന പോലെ കേരളത്തിലും ഈ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് വീണ അവകാശപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.